ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും. ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു. ഞാൻ കരയില്ല. ഐ വിൽ നോട്ട് ഡു എനിത്തിങ്. ഞാൻ പങ്കുച്ച് കളിക്കും. ഐ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു. ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ്. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവ്യൂ ആണെന്നാണ് നമ്മളിത് കണ്ടത്. എത്ര പോസിറ്റീവായിട്ടാണ് ഒരു ഐഡിയോളജിക്കലായിട്ട് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ടെലിവിഷൻ ചാനലിലൂടെ ഒരുപാട് അങ്ങനെ അറിഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞത് കൂടുതലും CJ റോയ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ അറിയുന്നു. കൂടുതൽ മലയാളികൾ അറിഞ്ഞ അങ്ങനെയാണ്. പല പല പ്രമുഖ പരിപാടികൾ, ഒരുപാട് സിനിമകളൊക്കെ ചെയ്ത ആളാണ്. ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടത് മരിച്ചു എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. മൊത്തം ഒരു കുഴപ്പം മണക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ ആളാണ്. സമ്പന്നതയിൽ നമ്മൾ തോളത്തെ കൈയിട്ടിരുന്ന ഒരാളൊക്കെ ഒരു ആപത്ത് വന്നപ്പോൾ, ഈ റെയ്ഡ് കുറച്ച് ദിവസം കൊണ്ട് നടന്നതല്ല, കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന സംഭവമാണ്. അത് പെട്ടെന്ന് കയറി വന്നല്ല. പെട്ടെന്നൊരു പേപ്പർ എടുക്കാൻ അകത്തേക്ക് പോയതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ ഇതുവരെ കേൾക്കുന്നത്. നമ്മൾ തോളത്ത് കൈയിട്ടിരുന്ന ആൾക്കാർ ഒരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചില്ലേ, അങ്ങനെയല്ല ആവാം. ഒരു നിരാശയാണല്ലോ പല ആത്മഹത്യക്കും കാരണം. നിരാശ, ദേഷ്യം. നിരാശയൊക്കെ വരുമ്പോൾ ഒന്നുമില്ല, എനിക്കൊന്നും പലപ്പോഴും പലരും ചിന്തിച്ചോളുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആവൂ അത്. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് ഇത്രത്തോളം ബക്കറ്റല്ല, വലിയ ഡ്രമ്മിൽ ലിസ്റ്റ് തന്നെ പുള്ളി ചെയ്ത് കഴിഞ്ഞു, ആഗ്രഹിച്ചൊക്കെ പുള്ളി നടത്തി അല്ലെങ്കിൽ നേടി എന്ന് പറയുന്ന ഒരാൾക്ക് ശൂന്യത എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ഇപ്പോൾ ആഗ്രഹങ്ങൾ ഒന്നും പോലും ആവാതെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷ നടക്കുന്ന സമയത്ത് അത്രത്തോളം ആഗ്രഹം നടന്ന ആൾക്കാർ, മനുഷ്യൻ എന്തല്ലേ, ഒന്നും പറയാനില്ല. ഏതായാലും മരണം ഒരു ദുരൂഹത തന്നെയാണ്. പുറത്ത് വരുമോ ആവോ. ഏതായാലും മലയാളം മൊത്തം ഒരു ചെറിയൊരു നൊമ്പരുണ്ടാക്കിയ മരണം തന്നെയാണ് ഈ CJ റോയിയുടെ മരണം.